7 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിരക്കിലും സമാനമായ അവസ്ഥയിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും മികവ് പുലർത്തുന്ന, ഏറ്റവും കുറച്ച് മരണം മാത്രം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തോ ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല രാജീവ് ചന്ദ്രശേഖറിന് എന്നുള്ളതാണ്. എന്താ സനീഷിന് തോന്നുന്നത്? ഇത് പക്ഷേ ഇതിൻ്റെ കാരണം എന്തായാലും ഞാൻ ഇത്രമാത്രം വലിയൊരു മണ്ടത്തരം ഈ സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല. നമ്മൾ മണ്ടത്തരത്തെ തന്നെ പറയണമല്ലോ. ഇപ്പോൾ നമ്മൾ അതിനകത്ത് സ്റ്റോറിയിലൊക്കെ വിവാദ പ്രസ്താവന, വാർത്തകളിൽ വിവാദ പ്രസ്താവന എന്നൊക്കെ പറയുന്നതെങ്കിലും ഇത്രയും വലിയൊരു മണ്ടത്തരം ഞാൻ ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നതായിട്ട് കേട്ടിട്ടേ ഇല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തന്നെ ഇതിനു മുമ്പുള്ള സംസ്ഥാന അധ്യക്ഷന്മാരൊന്നും ഇമാതിരി വർത്താനം പറഞ്ഞില്ല. ഇതുപോലെ ഞാൻ കേട്ടിട്ടില്ല. ഈ നോർത്തിൽ, നമ്മൾ ഇന്നലെയും പറഞ്ഞു, നോർത്തിലൊക്കെയുള്ള ചില രാഷ്ട്രീയക്കാർ ഇതുപോലുള്ള, ഇപ്പോൾ ഹനുമാൻ, സുലൈമാൻ എന്നതുപോലെ ഹനുമാൻ എന്ന് വെച്ചാൽ ഒരു മുസ്ലിമാണ്, അല്ലെങ്കിൽ മുസ്ലിം പേരാണ് എന്ന മട്ടിലൊക്കെയുള്ള അങ്ങേയറ്റം വിചിത്രമായിട്ടുള്ള മണ്ടത്തരങ്ങൾ പറയും. അതായത് നമ്മളിത് കേട്ടാൽ ഇത് ചുമ്മാ പറയുന്നതാണ്, പക്ഷേ ഉണ്ടാകും അത്തരം വാർത്തകൾ. പക്ഷേ ഇവിടെ കേരളത്തിൽ ഇമാതിരി ഒരു മണ്ടത്തരം ഞാൻ കേട്ടിട്ടേ ഇല്ല. അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയ പുറത്തൊക്കെ പോയുള്ള ആൾ വന്നിട്ട് പറഞ്ഞത് എനിക്ക് വലിയ അത്ഭുതം ഉണ്ടാക്കി. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരു വർഷം 1000 ശിശുക്കൾ ജനിച്ചാൽ ആ ശിശുക്കളിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നു, എത്ര പേർ മരിക്കുന്നു. ഇതാണ് അതിൻ്റെ കണക്കിൻ്റെ ഈ പറഞ്ഞ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സിമ്പിൾ, വളരെ സിമ്പിളാണ്. കേരളത്തിൽ 1000 കുട്ടികൾ ജനിച്ചാൽ അതിൽ 5 പേരാണ് മരിക്കുന്നത്. ബാക്കി 995 പേരും നല്ല ജീവിതത്തിലേക്ക് വരും. 5 പേരാണ് 1000-ൽ കേരളത്തിൽ മരിക്കുന്നത്. അത് ഏറ്റവും കുറവുള്ള 3 സംസ്ഥാനങ്ങളിലൊന്നാണ്. മണിപ്പൂരിൽ 3, ലഡാക്കിൽ 4, പിന്നെ കേരളമാണ്. ഗോവയും സിക്കിമും 6, കർണാടകയിൽ 14, തമിഴ്നാട് 12. കേട്ടോ, ഈ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ പോലും അതാണ് സ്ഥിതി. താരതമ്യേന കൊള്ളാവുന്ന സാമ്പത്തിക നിലയ്ക്കുള്ള സ്ഥലങ്ങളിൽ. എന്നാൽ ഈ BJP ഒക്കെ ഭരിക്കുന്ന ഗുജറാത്തിൽ 23 പേര് മരിക്കും. 23. നമ്മുടെ ദേശീയ ശരാശരി 25ആണ്. 1000 ഇന്ത്യയിൽ 1000 കുട്ടികൾ ഒരു നിശ്ചിത സമയത്ത് ജനിക്കുന്നതിൽ 25 കുട്ടികൾ മരിച്ചു പോകും. ബാക്കിയുള്ള ആളുകളെ ജീവിക്കുന്നുള്ളൂ. കേരളത്തിൽ അത് 5ആണ്. ഗുജറാത്തിൽ 23 കുട്ടികൾ മരിച്ചു പോകും. കേരളത്തിൽ അത് 5ആണ്. ഇതാണ് നമ്മുടെ വസ്തുത എന്നിരിക്കെ മൂപ്പർ അതിന് എന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇതാണെങ്കിലും ഇതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഉണ്ടാക്കുന്ന ആളുകളെല്ലാം പുറത്തേക്ക് പോവാണ് എന്ന്. ഇത് രണ്ടും തമ്മിൽ പിന്നെ എന്താണ്, ഈ പണ്ട് എൻ്റെ കൂടെ കോളേജ് പഠിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവൻ എപ്പോഴും പറയുന്നത്, നിനക്ക് ഏതാ സനീഷ് ഏറ്റവും ഇഷ്ടം, ഇന്ത്യൻ എക്സസ് ആണോ ലഡു ആണോ? രണ്ടും തമ്മിൽ ഒരു താരതമ്യമില്ല. ഇന്ത്യൻ എക്സസ് ആണോ ഹിന്ദു ആണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക, ലഡു ആണോ ജിലേബി ആണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കുക. പക്ഷേ ഇന്ത്യൻ എക്സസ് ആണോ ലഡു ആണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയാം? ഇമാതിരി വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന യൂത്ത് അവിടെ കുട്ടികളെ ഉണ്ടാക്കിയാൽ, അദ്ദേഹത്തിൻ്റെ വാക്കായതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറയുന്നത്, അവിടെ കുട്ടികളെ ഉണ്ടാക്കിയാൽ അത് കേരളത്തിൻ്റെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് അടുത്ത് വരില്ല. അത് അവിടെയാണ്. മലയാളികൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കുട്ടികളെ ഉണ്ടാക്കിയാലും കേരളത്തിൻ്റെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിലല്ല വരിക. ഇത്തരം സിമ്പിളായിട്ടുള്ള കാര്യം പോലും അറിയില്ലേ.